കരുമാലൂർ പാടശേഖരത്തിലെ കർഷകർക്ക് സപ്ലൈകോ നൽകാനുള്ള പണം എത്രയും വേഗം നൽകാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ NSK ഉമേഷ്. ജില്ലയുടെ നെല്ലറകളിലൊന്നായ കരിമാലൂർ പാടശേഖരത്തിലെ കർഷകർക്ക് സിവിൽ സപ്ലൈസിന് കൊടുത്ത് നെല്ലിന്റെ പണം ലഭിക്കാൻ വകുപ്പുകളുമായി ആലോചിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് കളക്ടർ NSK ഉമേഷ് പറഞ്ഞു. വിളവെടുത്ത നെല്ലിന്റെ പണം കിട്ടാതെ വന്നതോടെ കരിമാലൂർ പാടശേഖരത്തിൽ കൃഷിയിറക്കിയ കർഷകർ ദുരിതത്തിലാണ്. വിരിപ്പ് കൃഷിയുടെ വിളവെടുപ്പ് 2 മാസം മുമ്പ് കഴിഞ്ഞിരുന്നു. സർക്കാർ നിർദ്ദേശിച്ച മില്ലുകൾക്ക് നെല്ല് മുഴുവൻ നൽകിയിട്ടും പണം നൽകാൻ മില്ലുടമകൾ തയ്യാറായിട്ടില്ല. ഈ സാഹചര്യത്തിൽ കരിമാലൂർ പഞ്ചായത്തിൽ CCTV ക്യാമറകളുടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കാനെത്തിയ കളക്ടർക്ക് പാടശേഖര സമിതി പ്രസിഡന്റ് OK ആനന്ദനും പഞ്ചായത്ത് അംഗം KM ലൈജുവും നിവേദനം നൽകി. വിരിപ്പ് കൃഷി ചെയ്തിട്ട് നെല്ല് സപ്ലൈകോവിന് കൊടുത്തിട്ട് ഏതാണ്ട് 2 മാസത്തിലധികമായി. രണ്ടാമത്തെ കൃഷി ഇറക്കുന്നതിന് വേണ്ടി ഞാറിട്ടിട്ട് നടുവാൻ പൈസയില്ല. അധികാരികൾ എത്രയും വേഗം കാര്യം ശ്രദ്ധയിൽപ്പെടുത്തി കർഷകർക്ക് പൈസ തരണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനിയും വഴി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാറ് മൂക്കുകയും ആ ഞാറ് മൂത്ത് പറിച്ച് നട്ടാൽ യാതൊരു രീതിയിലുള്ള വിളവ് കിട്ടുകയില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വിളവ് കിട്ടുകയില്ല. കർഷകന് പിന്നെയും നഷ്ടം മാത്രമേ വരുള്ളൂ. കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പോൾ കഴിഞ്ഞ അങ്ങ് മുണ്ടോൻ കൃഷി നന്നായിരുന്നെങ്കിൽ ഈ കഴിഞ്ഞ വിരിപ്പ് വളരെ കാലാവസ്ഥയുടെ പ്രശ്നം കൊണ്ട് മോശമായിരുന്നു. ഈ സാമ്പത്തികമായി വളരെ മോശമായിരിക്കുന്ന ഘട്ടത്തിൽ കർഷകരെ എങ്ങനെ സാമ്പത്തികമായിട്ട് പ്രതിരോധിക്കുന്നത് ഒരു വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അതുകൊണ്ട് എത്രയും വേഗം അധികാരികൾ ഇത് മനസ്സിലാക്കി കർഷകരുടെ പൈസ എത്രയും വേഗം കൊടുത്ത് രണ്ടാമത് പണിയെടുക്കാനുള്ളൊരു സൗകര്യം ചെയ്തു തരണമെന്നാണ് പറയാനുള്ളത്. പാടശേഖര സമിതി പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ പറയാനുള്ളത്. നിവേദനം വായിച്ച ശേഷം ഇക്കാര്യത്തിൽ ഉചിതമായ തീരുമാനം സ്വീകരിക്കുമെന്ന് കളക്ടർ ഉറപ്പു നൽകിയായിരുന്നു. ഏകദേശം 2.5 മാസമായി നമ്മൾ സപ്ലൈകോന് നെല്ല് കൊടുത്തിട്ട് കർഷകരാകെ പ്രതിസന്ധിയിലാണ്. സാമ്പത്തികമായിട്ട് അവർക്ക് അത് കിട്ടിയിട്ട് വേണം അടുത്ത കൃഷി ചെയ്യാനായിട്ട്. ഓൾറെഡി ഞാറ് ഇട്ടിട്ടുണ്ടെങ്കിലും അത് പറിച്ച് നടുന്നതിന് പോലും കാശ് നമുക്ക് ഒക്കണില്ല. പലരും കിസാൻ ക്രെഡിറ്റ് കാർഡും ബാങ്ക് ലോണും മറ്റുള്ള കടം മേടിച്ചുള്ള രീതിയിലാണ് ഇവിടെ കൃഷി ഇറക്കിയേക്കുന്നത്. അത് ഈ നെല്ലിൻ്റെ പൈസ കിട്ടാത്തത് കൊണ്ട് തന്നെ അതിന് നമ്മൾ കർഷകരൊക്കെ കൂടി എല്ലാവരും കൂടി ഒരുമിച്ചിട്ട് കളക്ടർക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഉടനടി സർക്കാരായിട്ട് ബന്ധപ്പെട്ട് ഇടപെടൽ നടത്താമെന്നുള്ള രീതിയാണ്. വളരെയധികം ബുദ്ധിമുട്ടിലാണ് കർഷകർ, പ്രതിസന്ധിയാണ്. സർക്കാർ എങ്ങനെയെങ്കിലും കർഷകരുടെ നെല്ലിൻ്റെ കാശ് കൊടുക്കാനുള്ള നടപടി ഉണ്ടാവണമെന്ന് ഈ അവസരത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. ശ്രദ്ധയിൽപ്പെട്ടത് അങ്ങനെ തന്നെ അത് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റോട് ഫോളോ അപ്പ് ചെയ്ത് എന്താ ചെയ്യാൻ പറ്റുമോ ഫൈൻഡ് ഔട്ട് ഞാനൊന്ന് പഠിച്ചിട്ട് ചെയ്യും.